അതുകൊണ്ട് ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരാമോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത്രേ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത്. അവന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാ. കാൽവരിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം എന്തിനെന്നോ? നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മടങ്ങി വരുവിന് വേണ്ടിയിട്ട്, നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുപ്പൻ ക്രൂശിൽ യാഗമായത്. നമ്മൾക്ക് വേണ്ടിയിട്ട് അവന്റെ രക്തം മുഴുവൻ ആ ക്രൂശിൽ ഒഴുക്കിയത്. ആമേൻ, സ്തോത്രം. ആ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാട്ടെ. അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ, ആമേൻ, സ്തോത്രം, എനിക്ക് നാളെ മടങ്ങി വരാം, മറ്റന്നാൾ മടങ്ങി വരാം, അല്ലെങ്കിൽ അടുത്ത മാസം മടങ്ങി വരാം, അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ഞാൻ മടങ്ങി വരാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുവരെ വെയിറ്റ് ചെയ്യാതെ ഇന്ന് പകലിൽ മടങ്ങി വരുവാനുള്ള ഒരു അവസരമാണ്. ആമേൻ, സ്തോത്രം. അടുത്ത നിമിഷം നമ്മുടെ കരത്തിലിരിക്കുന്നില്ല. മടങ്ങി വരാമോ? അവന്റെ ശബ്ദം കേട്ടൊന്ന് മടങ്ങി വരാമോ? അടുത്ത വർഷത്തെ നോക്കിയിരിക്കാതെ, അടുത്ത ദിവസത്തെ നോക്കിയിരിക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അടുത്ത നിമിഷം നമ്മുടെ കരത്തിലല്ല ഇരിക്കുന്നത്, അതെല്ലാം എൻ്റെ കർത്താവിന്റെ കരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്കൊന്ന് മടങ്ങി വന്നാട്ടെ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എത്രയോ രാജ്യങ്ങൾ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ UK-ക്കായി പ്രാർത്ഥിച്ചാട്ടെ. UK-യിലെ 4 പ്രൊവിൻസുകളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചാട്ടെ. വെയിൽസിനായി പ്രാർത്ഥിച്ചാട്ടെ, ഇംഗ്ലണ്ടിനായി പ്രാർത്ഥിച്ചാട്ടെ, നോർത്തേൺ അയർലൻഡിനായി പ്രാർത്ഥിച്ചാട്ടെ. ആ രാജ്യങ്ങളിൽ വലിയ ചലനങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഒരു മടങ്ങിവരവ് നടക്കട്ടെ. പിന്മാറിപ്പോയ ഈ ജനത മടങ്ങി വരട്ടെ, കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. ഇരുളിന്റെ അധീനതയിലായിരിക്കുന്ന ഈ ജനം കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ പറയപ്പെട്ട രാജ്യം ഉണർവിനായി പ്രയോജനപ്പെട്ട രാജ്യമാണ്. കർത്താവിന് വേണ്ടി അതിശക്തമേറിയ അഭിഷേകത്തോടെ പ്രയോജനപ്പെട്ട അഭിഷിക്തന്മാരുള്ള ഒരു നാടായിരുന്നു. പിന്മാറിപ്പോയി ഈ രാജ്യം മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഇന്ന് പകലിൽ നിങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ, സ്തോത്രം. വ്യക്തികൾക്കായി പ്രാർത്ഥിച്ചാട്ടെ. നമ്മളായിരിക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ ആ രാജ്യത്തിന് വേണ്ടി, അവിടെയുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ, സ്തോത്രം. പിന്മാറ്റത്തിൽ ഇരിക്കുന്ന വ്യക്തികളോടും ഇന്ന് ഈ പകലിൽ ദൂതറിയിക്കുന്നു, നിങ്ങൾ മടങ്ങി വന്നാട്ടെ. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് അത്രേ ഇന്ന് ഈ പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാമെങ്കിൽ കർത്താവ് പിന്നെയും നിങ്ങളെ ഒരു ഉണർവിനായി പ്രയോജനപ്പെടുത്തും. അതെ, നിങ്ങളെ അനവധി പേരുടെ വിടുതലിനായി സ്വർഗം ഉപയോഗിക്കും നിശ്ചയമായും.